ഹലോ ഹായ് അങ്ങനെ ഇന്ന് എൻ്റെ ഓഫായിരുന്നു. ഓഫുള്ള ദിവസം ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ഒരു തീരുമാനം എടുത്ത് അവരിനി തൊട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ബാക്ക് സപ്പോർട്ടിന് ഞാനും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയി. അവസാനമാണ് എനിക്ക് മനസ്സിലായത് അവരെന്നെ വണ്ടി ഉന്താൻ വേണ്ടി കൊണ്ടുപോയതാണെന്ന്. അങ്ങനെ അവരവരുടെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ വിലയൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ കണ്ണ് തള്ളിപ്പോയി. ഇതിൻ്റെ അകത്തൊക്കെ എന്തൊരു നിധിയാണോ, സ്വർണ്ണക്കട്ടി കൊണ്ടാന്ന് തോന്നുന്നു ഈ പാത്രമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തൊരു തീ പിടിച്ച വിലയാണ്. അതൊക്കെ തിരിച്ചെടുത്ത് തന്നെ നമ്മൾ തിരിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ചില പാത്രങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതൊക്കെ എടുത്തിട്ട് ഇതിനകത്തൊക്കെ എന്തിനാണെന്തോ നല്ല വെയിറ്റ് ഉണ്ട് താനും, അതുപോലെ തന്നെയാണ് ഭയങ്കര വില. അപ്പം നമ്മളെ കൊണ്ടൊന്നും ഇത് പറ്റില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അവരുടെ വണ്ടി ഉന്തിക്കൊണ്ട് നടക്കുന്നു. പിന്നെ ഓരോരോ സാധനങ്ങൾ എനിക്കിഷ്ടപ്പെട്ടത് കാണാൻ ഭംഗിയുള്ളതൊക്കെ ഞാൻ എടുത്ത് നോക്കുക. അങ്ങനെയാണ് എൻ്റെ ഒരു സാധനം പെട്ടത്. പക്ഷെ ഇത് എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതെന്തോ കപ്പ് കേക്ക് അങ്ങനെ എന്തോ ആണെന്ന് ഞാൻ സാധനം എടുത്തപ്പോൾ അവരെന്നെ പുച്ഛിച്ച് തള്ളി. അങ്ങനെ ഞാനത് തിരിച്ചു വെച്ചു ഗൈസ്. അങ്ങനെ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും എടുക്കുന്നതൊക്കെ നോക്കി, എല്ലാവരും പർച്ചേസ് ചെയ്യുന്ന സാധനത്തിൻ്റെ വിലയും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ നടന്നു. അങ്ങനെ ഇവർ സ്പൂണിൻ്റെ തവിയുടെയൊക്കെ സെക്ഷനിലെത്തി. ഏതെടുക്കണം ഏതെടുക്കണ്ട എന്നവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന് മാത്രമൊക്കെ തീരുമാനിക്കാനുണ്ട് എന്തരും. നമുക്ക് പിന്നെ ഇതിൽ വലിയ പിടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഇതുണ്ട്, നിങ്ങൾ ഈ കാണുന്നതാണ്. അവർ നിന്ന് അവർ തീരുമാനങ്ങൾ എടുത്ത് സംശയങ്ങളായി, പിന്നെ അവർ ഇരുന്ന ഡിസ്കഷനായി. എന്തരോ ഈ ചട്ടുകം പോരി നല്ല അടിപൊളി ചട്ടുകാണ്. എൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാനിങ്ങനെ അവർക്ക് ഹെൽപ്പ് ചെയ്യും. എവിടെയാണ് ഏറ്റവും പൈസ കുറഞ്ഞ സാധനങ്ങൾ എന്ന് നോക്കി. അങ്ങനെ എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ചോദിക്കുന്ന സാധനങ്ങളൊന്നും അവർക്ക് വേണ്ട. ഇവരെന്ത് കുക്ക് ചെയ്യാനാണോ പോകുന്നത് എന്തരും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സെക്ഷൻ കേട്ടോ പച്ചക്കറി. ഇവിടെ വിലക്കുറവുള്ളത് മാത്രം പച്ചക്കറിക്കാണ്. അങ്ങനെ പച്ചക്കറി സെക്ഷനിലേക്ക് എത്തി. ആർക്ക് എന്തിനു വാങ്ങണമെന്നൊന്നും അറിയില്ല. എല്ലാവരും ഒരു ലിസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ വില കാണുമ്പോഴുണ്ടോ കണ്ണടിച്ചു പോവും. പച്ചക്കറി ഒന്നും വാങ്ങാൻ അറിയത്തില്ലെങ്കിലും എന്തൊക്കെയോ ഷോ ആണ് ഗൈസ് ഇതൊക്കെ കാണിക്കുന്നത്. അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ 1, 2, 3 എണ്ണിയാണ് പച്ചക്കറി എടുക്കുന്നത്. ആൾക്കാരൊക്കെ വിചാരിക്കട്ടെ എനിക്ക് പച്ചക്കറിയൊക്കെ നോക്കിയെടുക്കാൻ അറിയാമെന്ന്. പിന്നെ ഇത് കണ്ട നമ്മുടെ മുന്തിരിയുടെ സെക്ഷനിലെത്തി. ഞാൻ ഇന്നലെ ഓൾറെഡി കുറച്ച് മുന്തിരിങ്ങ വാങ്ങിച്ചുകൊണ്ട് പിന്നെ ഇവിടെ നല്ലതാണോന്ന് അറിയാൻ വേണ്ടി ചെന്നാണ്. എന്തൊക്കെയോ ടോക്സിൻസ് ഒക്കെ അടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്ന വിഷമായ സാധനമാണോ എന്തായാലും ഞാൻ അതിലാരും കാണാതെ ഒരെണ്ണം എടുത്ത് വയലിട്ട് ഗൈസ്. ആരും കാണണ്ട, നിങ്ങളൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. ഇതെല്ലാം പേ ചെയ്തത് അവരാണ് ഗൈസ്. എന്നിട്ട് ഈ നീണ്ട ലിസ്റ്റും കൊണ്ട് നമ്മളിങ്ങനെ എന്തൊക്കെയോ അവർക്ക് കൂപ്പൺ കിട്ടിയെന്ന് തോന്നുന്നു. അവസാനം അവരെനിക്ക് ആദ്യമേ മേടിച്ച് തരാമെന്ന് പറഞ്ഞ് ചായയും സമോസയും വാങ്ങി തന്നു. ഐസ്ക്രീം വാങ്ങിച്ച് തന്നില്ല ഗൈസ്. എനിക്ക് പനിയാന്ന് പറഞ്ഞവർ ഒഴിവാക്കിയിട്ട് അവസാനം ഞാൻ ഉള്ളത് കൊണ്ട് തൃപ്തി അടഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്ന്. ബായ്.